ജാൻവിയെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോഴേ ആരവ് ലീവ് എടുപ്പിച്ചു. ഇനി ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ജാൻവി അടങ്ങിയിരിക്കാതെ പിള്ളേരെയും ഒക്കത്തെടുത്തും അവരുടെ ഒച്ച വെച്ച് ചാടിയും തുള്ളിയും നടക്കുമെന്ന് ആരവിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ തീരുമാനം ആരവ് നേരത്തെ ഉണ്ടാക്കിയത്. പപ്പയുടെ എല്ലാ ഉപദേശങ്ങളും അതുപോലെ തന്നെ മക്കളും കേട്ടുപഠിച്ച് ജാൻവിയുടെ പുറകെ നടന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ജയിലിലിട്ട അവസ്ഥയാണ് ജാൻവിയുടേത്. ആകെ ഉപദേശമൊന്നുമില്ലാതെ ജാനുവിക്ക് വേണ്ടി സപ്പോർട്ട് നിൽക്കുന്ന അജീഷ് ആങ്ങള മാത്രമാണ്. അജീഷ് വരുമ്പോൾ എല്ലാം ഒരു കെട്ട് ഫ്രൂട്ട്സും കൊണ്ടാണ് വരുന്നതെങ്കിലും അവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാറില്ല. മോള് പതിയെ വിശക്കുമ്പോൾ കഴിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് അജീഷ് ജാൻവിയെ സമാധാനിപ്പിക്കും. അത് കേൾക്കുമ്പോൾ ആരവ് പറയും, അല്ലെങ്കിലും അളിയനാണ് എന്റെ ജാൻവി പെണ്ണെ വഷളാക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ അജീഷ് പറയും, കാര്യങ്ങൾക്കും ഒരളിയൻ നിന്റെ സൈഡല്ലേ, അപ്പോ എന്റെ പെങ്ങളുടെ ഒരു സൈഡ് ഞാനാ വേണ്ടേ. അത് കേൾക്കുമ്പോൾ സിദ്ധു ഞാനും എന്റെ പെങ്ങളുടെ സൈഡ് തന്നെയാ എന്ന് പറയും. പക്ഷെ ഒന്നും കഴിക്കാതെ മടി കാണിക്കുമ്പോഴാണ് അളിയന്റെ സൈഡാവുന്നത്. ജാൻവിയെ ആഹാരം കഴിപ്പിക്കുന്നതും വ്യായാമം ചെയ്യിക്കുന്നതും എല്ലാം ആരവ് തന്നെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപദേശക വിജിയും കൂടെ ആങ്ങളയും. ഏതാഹാരം കഴിക്കണം കഴിക്കേണ്ട എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ഡയറ്റ് ചാർട്ട് വരെ ഉണ്ടാക്കിയാണ് ആരവ് നോക്കുന്നത്. ആദ്യത്തെ 3 മാസം മുതലേ ഇതൊക്കെ തന്നെയാണ് പതിവ്. ഇന്നാണ് ആദ്യത്തെ സ്കാനിങ്. ജാൻവിയെ അകത്ത് കയറ്റിയിരിക്കുകയാണ്. ഇത്തവണ ജാൻവിയേക്കാൾ തിടുക്കം സ്കാനിങ് റൂമിൽ കയറാൻ ആരവിനാണ്. തന്റെ കുഞ്ഞിന്റെ ആദ്യത്തെ മിടിപ്പറിയാൻ അകത്തേക്ക് കയറിയപ്പോഴേ ആ സ്കാനിങ് സ്ക്രീനിൽ തന്റെ കുഞ്ഞിന്റെ തുടിപ്പ് കാണാൻ കാത്തിരുന്ന ആരവെന്ന അച്ഛന്റെ ഹൃദയം തുടികൊട്ടി തുടങ്ങിയിരുന്നു. സ്ക്രീനിൽ ഒരു കുഞ്ഞി തുടിപ്പ് കാണാൻ പ്രതീക്ഷിച്ച ആരവിന് ഇരട്ടി സന്തോഷം പോലെ 2 കുഞ്ഞിത്തുടുപ്പുകൾ കാണാൻ കഴിഞ്ഞു. ആ കാഴ്ച ആരവിന് സന്തോഷത്തോടൊപ്പം കണ്ണും നനയിച്ചു. ആരവ് ജാൻവിയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തും അതേ വികാരമായിരുന്നു. രണ്ടുപേരും കണ്ണീരോടെ ചിരിച്ചു. വീട്ടിൽ ഈ ഇരട്ടി മധുരം ഇരട്ടി സന്തോഷമുണ്ടാക്കി. ഈ വാർത്ത കേട്ടപ്പോഴേ സിദ്ധുവും അജീഷും ഒരേ സ്വരത്തിൽ ആരവിനോട് ചോദിച്ചു, അളിയോ നിനക്ക് എപ്പോഴും ഡബിൾസ് ആണല്ലോ, അജു വർഗീസിനെ പോലെയാണല്ലോ. അങ്ങനെയാടാ, ഞങ്ങൾ ലെജൻസ് ഒന്നും സിംഗിൾസ് എടുക്കാറില്ല, ഞങ്ങൾ ഡബിൾസ് ഒക്കെയാണ് എടുക്കാറ്. സിംഗിൾസ് ഒക്കെ നിങ്ങളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് എന്ന ആരവിന്റെ മറുപടി കേട്ട് അളിയന്മാർക്ക് തൃപ്തിയായി. അപ്പൂസും കണ്ണനും ഇപ്പോഴേ 2 വാവയാണെന്നുള്ള സന്തോഷത്തിൽ ഒരാൾ ചേച്ചിയെ പോലെയാണെന്നും മറ്റേയാൾ ചേട്ടനെ പോലെയാണെന്നും പറഞ്ഞാണ് നടപ്പ്. ഇപ്പോൾ പഴയതുപോലെ കുസൃതിയൊന്നും കാണിക്കാറില്ല അപ്പൂസ്. വലിയ ചേച്ചിയാണെന്നും പറഞ്ഞ് അപ്പൂസിന്റെ നടപ്പ്. കണ്ണൻ പിന്നെ പഴയതുപോലെ ശാന്തൻ. അവൻ എപ്പോഴും വിച്ചുവിന്റെ കൂടെയാണ്, പിന്നെ അമ്മയുടെ പിറകെയും. രാത്രിയിലാണ് ജാൻവിക്ക് വേണ്ടി ഒരു യുദ്ധം തന്നെ നടക്കുന്നത്. അച്ഛനും മക്കളും വാവകളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വയറിൽ കൈവച്ച് സംസാരമാണ് എപ്പോഴും. ആരവിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ അകത്ത് നല്ല ബഹളം, 2 ആൾക്കാരും. അതൊക്കെ ആരവിന് ഭയങ്കര അത്ഭുതമായിരുന്നു. തന്റെ ശബ്ദം കേട്ട് തന്റെ അംശങ്ങൾ അനങ്ങുന്നത് തന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ കാണുമ്പോൾ അവന് സന്തോഷമായിരുന്നെങ്കിലും എപ്പോഴും തന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്റെ പെണ്ണിന്റെ ഉദരത്തിൽ പലയിടത്തായി പൊന്തിവരുന്ന കുഞ്ഞിക്കാലുകൾ ആരവിന് സന്തോഷമായിരുന്നെങ്കിലും തന്റെ പ്രിയപ്പെട്ടവൾക്ക് അത് വേദന നൽകുന്നത് കൊണ്ട് തന്നെ അധികം ശബ്ദമുണ്ടാക്കാതെ ആരവ് തന്റെ ജാൻവി പെണ്ണിന്റെ അടുത്തിരിക്കൂ. പക്ഷെ കണ്ണനും അപ്പൂസിനും മത്സരമാണ് ആര് വിളിക്കുമ്പോഴാണ് വാവകൾ അനങ്ങുന്നതെന്നറിയാൻ. ആദ്യം പതുക്കെ തുടങ്ങുന്ന ബഹളം പിന്നെ ഒച്ചയിലാകുമ്പോൾ ആരവ് വന്ന് 2നെയും വിച്ചുവിന്റെ അടുത്ത് കളിക്കാൻ പറഞ്ഞുവിടും. 2 കുഞ്ഞുങ്ങളെയും കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമാണെങ്കിലും ആരവിന് പേടിയും ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ പ്രഗ്നൻസി ട്വിൻസ് ആണെങ്കിലും അതിനെക്കുറിച്ചൊന്നും ആരവ് അറിഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ ആരവിന്റെ ശുശ്രൂഷയും പ്രണയവും മക്കളുടെ കുസൃതിയും കളികളും ആങ്ങളമാരുടെയും നാത്തൂന്മാരുടെയും ഉപദേശങ്ങളും ഒക്കെയായി ജാൻവിയുടെ ഗർഭകാലം വളരെ സന്തോഷത്തോടെ ഒരു കുറവുമില്ലാതെ കടന്നുപോയി. എന്റെ ആരവേ, നീ ഇവിടെ അങ്ങനെ വന്നിരിക്കെ. ദേ, നീ ഇങ്ങനെ മോൻ കൂടെ നിൽക്കുന്ന കണ്ടിട്ടാ അപ്പൂസും കണ്ണും കരയുന്നത് കണ്ടോ? എനിക്ക് പറ്റുന്നില്ലടാ, പേടിയാകുന്നു. എന്റെ പ്രാണനാടാ അവിടെ കരഞ്ഞുകൊണ്ട് പോയത്. ലേബർ റൂമിൽ കയറ്റുന്ന മുമ്പ് എന്റെ കയ്യിൽ അവള് മുറുക്ക പിടിച്ചു. കണ്ണു നിറഞ്ഞു പറഞ്ഞ വാക്ക് മുക്കുമ്പോ എനിക്ക് പേടിയാവുന്നടാ. ആരവ് സിദ്ധുവിന്റെ തോളിൽ തല ചേർത്ത് വെച്ച് കരഞ്ഞു. എടാ, ഒരു കുഴപ്പവും ഇല്ലാതെ നിന്റെ ജാമ്യപ്പെണ്ണ് നിന്റെ കുഞ്ഞുങ്ങളുമായി വരും. നീ വിഷമിക്കാതെ. നിന്റെ പേടി കൊണ്ടാ ജോലിക്ക് റീജോയിൻ ചെയ്തില്ലെങ്കിലും വിജിയും കൂടെ കയറിയത്. സിദ്ധു ആരവിനെ ആശ്വസിപ്പിക്കാൻ നോക്കി. കണ്ണനെയും അപ്പൂസിനെയും അജീഷും അപ്പുവും ആശ്വസിപ്പിക്കുകയാണ്. വിച്ചുവിനെ വിജിയുടെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ചിട്ടാണ് സിദ്ധാർത്ഥ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യമുണ്ടെന്ന് ആരവ് പറഞ്ഞു. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് വിജിയും ഒരു നേഴ്സും കൈക്കുഞ്ഞുങ്ങളുമായി വന്നു. 2 ആൺകുട്ടികളാണ്. ദേ, ഇവനാണ് മൂത്തയാൾ. സന്തോഷത്തോടെ തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ നോക്കി വിജി പറഞ്ഞു. കണ്ണിറുക്കിയടച്ച് കൈകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ആരവ് കൗതുകത്തോടെയും സന്തോഷത്തോടെയും നോക്കി നിന്നു. കുഞ്ഞുങ്ങളെ കയ്യിൽ വാങ്ങുന്നതിന് മുൻപേ ആരവിന് തന്റെ ജാൻവി പെണ്ണിനെ പറ്റി അറിയാനായിരുന്നു തിടുക്കം.
എന്റെ ജാൻവിക്ക് ആരവ് ചോദിച്ചു തീരും മുൻപ് വിജയ് പറഞ്ഞു, എന്റെ നാത്തിനൊരു കുഴപ്പമില്ല, സുഖപ്രസവമായിരുന്നു, ഇപ്പൊ റൂമിൽ മാറ്റും, അപ്പൊ കാണാം. അത് കേട്ട് ആശ്വാസത്തോടെ ചിരിച്ച ആരവിനെ കണ്ട് സിദ്ധു പറഞ്ഞു, ഇനിയെങ്കിലും സമാധാനത്തോടെ അടങ്ങിയിരിക്കേണ്ട ആരവേ. കുഞ്ഞുങ്ങളെ കണ്ട് കണ്ണനും അപ്പൂസും അജിയുടെ മഴയിൽ നിന്നും എഴുന്നേറ്റ് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നടന്നു. ആരവ് കുഞ്ഞുങ്ങളെ ഓരോ തവണയായി കൈകളിൽ വാങ്ങി. നെറ്റിയിൽ അച്ഛന്റെ വാത്സല്യം പകർന്നതിനു ശേഷം കണ്ണനും അപ്പൂസിനും കാണിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും വാവേന്നും വിളിച്ച് കുഞ്ഞുങ്ങളുടെ കൈകളിൽ പതിയെ തൊട്ടു. അതിനുശേഷം അജീഷും സിദ്ധുവും ആരവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴേ കുഞ്ഞുങ്ങളെയും വാങ്ങി നേഴ്സ് അകത്തേക്ക് പോയി. തന്റെ ജാൻവി പെണ്ണിനെ കാണാനുള്ള തിടുക്കത്തിൽ റൂമിലേക്ക് മാറ്റിയപ്പോഴേ ആരവ് അവളുടെ അടുക്കലേക്ക് പാഞ്ഞു. തന്റെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് കണ്ണടച്ചു കിടക്കുന്ന ജാൻവിയെ കണ്ട് ആരവിന്റെ ഉള്ളു തുടിച്ചു. തന്റെ പെണ്ണിനെ, തന്റെ അംശങ്ങളെ ഭൂമിയിലേക്ക് മരണവേദന സഹിച്ചു പുറത്തു കൊണ്ടുവന്നവളെ ചേർത്ത് പിടിക്കാൻ ആരവ് ജാൻവിയുടെ അടുത്ത് വന്ന് കട്ടിലിരുന്ന് അവളുടെ തലയിൽ തലോടി നെറുകയിൽ ചുണ്ടമർത്തി. തന്റെ പ്രിയപ്പെട്ടവന്റെ സ്പർശനം അറിഞ്ഞതുപോലെ ജാൻവി കണ്ണു തുറന്നു. ആരവിനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അടുത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കാണിച്ച് ആരവിനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കണ്ടോ? രണ്ടുപേരും ആൺകുട്ടികളാ. ആരവ് സന്തോഷത്തോടെ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് കണ്ടെന്ന് തല കുലുക്കി. ആരവ് തന്റെ കൈകൾ ജാൻവിയുടെ വയറിന് മുകളിൽ വെച്ചു ചോദിച്ചു, ഒത്തിരി നൊന്തോടാ? അത് കേട്ട് ജാൻവി ആരവിന്റെ കൈകളുടെ മുകളിൽ കൈവച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ വേദനയൊക്കെ ഇവരെയും പിന്നെ ഇപ്പൊ ആരവേദനയും കണ്ടപ്പോൾ മാറി. ജാൻവി എന്നിട്ട് ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട്, എന്തിയെ കണ്ണനും അപ്പൂസും? അത് കേട്ട് ഒരു ചെറു ചിരിയോടെ ആരോ പറഞ്ഞു, ചേട്ടനും ചേച്ചിയും കൂടി അമ്മാവന്മാരുടെ കൂടെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാനായി പോയി. കേട്ട് ജാൻവിയും ചിരിച്ചു. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം. എടാ മതിയടാ, ഇനി നമുക്ക് പൊട്ടിക്കാം. പറഞ്ഞതിന് മുൻപേ 5 വയസ്സുകാരൻ ജിതിൻ ആരവെന്ന ജിത്തുവും ജിഷിൻ ആരവെന്ന ജിഷുവും കയ്യിലിരുന്ന ബലൂണുകൾ ഞെക്കി പൊട്ടിച്ചു. ഒച്ച കേട്ട് ഉറങ്ങിക്കിടന്ന സിദ്ധു ഞെട്ടിയുണർന്നു. ആദ്യം പേടിച്ചെങ്കിലും കാര്യം മനസ്സിലായപ്പോൾ സിദ്ധു ചാടി എഴുന്നേറ്റ് രണ്ടിനെയും കൈയോടെ പിടിച്ചു. എന്താടാ കുട്ടിപ്പട്ടാളെ, നിങ്ങൾ രണ്ടും ഇന്നും എന്നെയാന്ന് ഇരയാക്കി വെച്ചിരിക്കുന്നത്? സിദ്ധു ദേഷ്യത്തോടെ ചോദിച്ചു. അതേലോ, ഇന്ന് ഞങ്ങളുടെ ഇര സിദ്ധുവാ. ഡി അപ്പൂസേ, ഇത്രയും വലുതായിട്ട് നീ കുട്ടികളെ നിർത്തിയില്ലല്ലേ? എന്നെ പേര് വിളിക്കണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടടി കാന്താരി. ഈ പിള്ളേരെ എല്ലാം കൂടി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓ പിന്നെ എന്റെ അനിയന്മാർ പിന്നെ ഞാൻ പറയുന്നതല്ലേ, അനുസരിക്കണ്ടേ? എത്ര നേരമായിട്ട് സിദ്ധുവിനെ വിളിക്കുന്നു. ഇന്നലെ പ്ലാൻ ചെയ്തൊക്കെ മറന്നോ? അയ്യോ ശരിയടി, ഞാനത് മറന്നുപോയി. വിജയോട് ഞാൻ പറഞ്ഞതാ എന്നെ രാവിലെ വിളിക്കണമെന്ന്. എന്റെ മനുഷ്യ, നിങ്ങളുടെ വായിരിക്കുന്ന കേക്കല്ലേ, എത്ര നേരം തൊട്ട് ഞാൻ വിളിക്കുവാ. എന്നെയും കൊണ്ട് നടക്കാത്തതുകൊണ്ടാ പിള്ളേരെ അങ്ങ് ഏൽപ്പിച്ചത്. ആഹാ, അപ്പൊ നീയും കൂടി ചേർന്നായതല്ലേ? സിദ്ധു പറഞ്ഞു. അതേലോ, പിന്നല്ല. രാവിലെ ജാൻവി ആരും കൂടി അമ്പലത്തിൽ പോയപ്പോ തൊട്ട് പിള്ളേർ ഹാളൊരുക്കാൻ തുടങ്ങിയതാ. കണ്ണനും വിച്ചുവും അനിയും കൂടി ബലൂണ് വീർപ്പിച്ച് കെട്ടു അവിടെ. ഇവരെ ഞാൻ അങ്ങോട്ട് വിട്ടു. അവധിക്ക് അടിച്ചു പൊളിക്കാനായിട്ട് സ്കൂൾ അടച്ചിട്ട് ഉടനെ അനി ലാൻഡ് ചെയ്ത് ഇവിടെ. ചേച്ചിപ്പെണ്ണ് 5 ആങ്ങളമാരാണ്. എല്ലാം കൂടി മേളമാണ്. അപ്പൂസാണ് അവരുടെ തലൈവി. അവൾ പറയുന്നതാണ് അനിയന്മാർക്ക് വേദവാക്യം. 6 പേരും കൂടി ആരവിന്റെയും ജാൻവിയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഒപ്പം സിദ്ധുവും ജിജിയും അജീഷും അനുവുമുണ്ട്. നടയ്ക്ക് മുൻപിൽ, തന്റെ ഇഷ്ടദേവന് മുൻപിൽ തന്റെ പ്രണയത്തോടൊപ്പം നിൽക്കുന്ന സന്തോഷത്തിലായിരുന്നു ജാൻവി. ഭഗവാനെ, അങ്ങയുടെ മുൻപിൽ ഇങ്ങനെ സന്തോഷത്തോടെ എന്റെ പ്രിയന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മഹാദേവ. അങ്ങയുടെ ഈ അനുഗ്രഹം എന്ന് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും കൂടെ ഉണ്ടാകണേ എന്ന് കണ്ണടച്ചു പ്രാർത്ഥിക്കുന്ന ജാൻവി തന്റെ സീമന്തരേഖയിൽ തന്റെ പ്രിയന്റെ നനുത്ത സ്പർശം അറിഞ്ഞാണ് കണ്ണ് തുറന്ന് തന്റെ അടുത്ത് നിൽക്കുന്ന തന്റെ നല്ല പാതിയെ ജാൻവി നോക്കുന്നത്. ഇലയിലെ പ്രസാദത്തിൽ നിന്നും സിന്ദൂരമെടുത്ത് ജാൻവിയുടെ സീമന്തരേഖ ചോപ്പിച്ചതിനു ശേഷം വിരലുകളിൽ ബാക്കിയുള്ള സിന്ദൂരം താൻ പ്രണയത്തോടെ തന്റെ പ്രിയപ്പെട്ടവൾക്ക് കെട്ടിക്കൊടുത്ത തായിൽ ചാർത്തി. ഞാൻ നിന്നോട് പറഞ്ഞു ജാൻവി പെണ്ണെ, പഴയതൊന്നും ഓർത്ത് കണ്ണീർ നിറയ്ക്കരുതെന്ന് ഒരു താക്കീതോടെ പറഞ്ഞ് ആരവ് ജാൻവിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ഹാളിലേക്ക് കയറിയ ജാൻവിയും ആരവും ഞെട്ടി. ഹാള് മുഴുവൻ ബലൂണുകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് നടുക്കൊരു മേശയിൽ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പപ്പ അമ്മ എന്നെഴുതിയ കേക്കുമൊക്കെ കണ്ട ആരവും ജാൻവിയും അകത്ത് കയറാതെ നോക്കി നിന്നുപോയി. ആഹാ, അളിയനും പെങ്ങളും അവിടെ തന്നെ നിൽക്ക. ഇനി വാ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്.
എന്ന് പറഞ്ഞ് അജീഷും സിദ്ധുവും അവരെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അവരകത്ത് കയറിയപ്പോഴേ കുട്ടിപ്പട്ടാളങ്ങൾ 6 കൂടി പാർട്ടി പോപ്പ് പൊട്ടിച്ചു. അങ്ങനെ മക്കളും അളിയന്മാരും നാത്തൂന്മാരും എല്ലാം കൂടി ആരവിന്റെയും ജാൻവിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചു. രാത്രിയിൽ മക്കളെല്ലാം ഉറങ്ങിയതിനു ശേഷം ബാൽക്കണിയിൽ നക്ഷത്രങ്ങളെയും നോക്കി നിൽക്കുന്ന ജാൻവിയെ കണ്ടുകൊണ്ടാണ് ആരവ് അങ്ങോട്ട് വരുന്നത്. ആരവ് ജാൻവിയെ അവളുടെ പുറകിൽ കൂടി ചേർത്ത് പിടിച്ച് അവളുടെ കാതിലായി പതുക്കെ നേർമയായി വിളിച്ചു, ജാൻവി പെണ്ണെ. ആ ശബ്ദം ഹൃദയത്തിൽ കൊണ്ടതുപോലെ ജാൻവി ഒന്ന് പിടഞ്ഞുകൊണ്ട് ആരവിന് അഭിമുഖമായി നിന്നു. എന്റെ ജാൻവി പെണ്ണ് ഈ രാത്രിയിൽ ഇവിടെ എന്തോർത്തിരിക്കുക? ആരവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ജാൻവി പറഞ്ഞു. ഞാൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ആരവേട്ട. വേദനയിലൂടെ തുടങ്ങിയ നമ്മുടെ ജീവിതം ഇത്രയും മധുരമായ പ്രണയത്തിൽ മനോഹരമായത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതേ ജാൻവി പെണ്ണെ, നമ്മുടെ ജീവിതം കനലിലൂടെയാണ് നമ്മൾ ചവിട്ടിയത്. നമ്മുടെ മക്കളെ 2 പേരെയും ചേർത്ത് പിടിച്ച് നമ്മൾ ജീവിച്ചതുപോലും ഒത്തിരി വൈകിയാണ്. പിന്നീട് നമ്മുടെ ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും, നമ്മുടെ പ്രണയവും നമ്മുടെ മക്കളുടെ കുറുമ്പുകളും, അതിനിടെ നമ്മുടെ പ്രണയം മനോഹരമാക്കാനായി നമ്മുടെ ഇടയിൽ കടന്നു വന്ന നമ്മുടെ അടുത്ത 2 കുഞ്ഞിക്കിളികളും, ഇപ്പോ 4 കുഞ്ഞിക്കിളികളുടെയും കൊഞ്ചലും കുസൃതിയും, പിന്നെ നമുക്ക് താങ്ങും തണലുമായി നിന്ന സഹോദരങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും, എല്ലാം കൊണ്ടും ദൈവം നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെല്ലാം 100 ഇരട്ടിയായി തന്നില്ലേ? ഇനിയും നമ്മൾ പ്രണയിക്കും. ഈ ജന്മമെന്നല്ല, ഇനിയുള്ള 7 ജന്മങ്ങൾ. അല്ല, ഈ ആരവും ജാൻവിയും എപ്പോഴൊക്കെ ഭൂമിയിൽ ജനിക്കുന്നോ എല്ലാ ജന്മത്തിലും നമ്മൾ തന്നെ ഒന്നിച്ചു ചേരും, പ്രണയിക്കും. നമ്മുടെ ജീവിതം നമ്മൾ പ്രണയത്താൽ നിറയ്ക്കും. ആരവ് ജാൻവിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് തന്റെ പ്രണയ ചുംബനമേകി. ഇനിയും ആരവും ജാൻവിയും അവരുടെ പ്രണയത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കട്ടെ. അവരുടെ ആഗ്രഹം പോലെ എല്ലാ ജന്മങ്ങളും അവർ ഒന്നിച്ചു ചേരട്ടെ. കൂടെ അവരുടെ മക്കളും കുറുമ്പുകളും കുസൃതികളുമായി സന്തോഷിക്കട്ടെ. അതുപോലെ അജീഷും അനുവും അവരുടെ അനിയും, പിന്നെ സിദ്ധുവും വിജിയും അവരുടെ വിച്ചുവും എല്ലാവരും സന്തോഷത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കട്ടെ.